ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. PSG വളരെ പ്രശസ്തമായ കൂട്ടുകെട്ടായിരുന്നു MNM കൂട്ടുകെട്ട്. നമുക്കറിയാം, മെസ്സിയും നെയ്മറും എംബപ്പയും ഒരുമിച്ച് PSG കളിച്ചത് 2 വർഷക്കാലമാണ്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. തുടർന്ന് 3 താരങ്ങളും PSG ഗുഡ് ബൈ പറഞ്ഞു. ഇപ്പോഴാവട്ടെ PSG അവരുടെ അഭാവത്തിൽ മികച്ച പ്രകടനം നടത്തി ആദ്യമായിക്കൊണ്ട് UCL ഒക്കെ നേടാൻ PSG സാധിക്കുകയും ചെയ്തു. ഏതായാലും ഇതേക്കുറിച്ച് പോർച്ചുഗീസ് സൂപ്പർ താരമായ വീട്ടീഞ്ഞ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് MNM ഉണ്ടായിരുന്ന സമയത്ത് PSG ക്ലിക്കാവാൻ സാധിക്കാതെ പോയത് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം വീട്ടീഞ്ഞ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് ഈ 3 താരങ്ങളും ഡിഫൻസിനെ സഹായിച്ചിരുന്നില്ല. ഈ 3 താരങ്ങളും നല്ല രൂപത്തിൽ ഓടിയിരുന്നില്ല, പ്രസ് ചെയ്തിരുന്നില്ല എന്നൊക്കെയാണ് വീട്ടീഞ്ഞ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ 3 പേരും അസാധാരണ താരങ്ങളായിരുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു. അവരോടൊപ്പം യോജിച്ച് പോകാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ അവരുടെ സാന്നിധ്യം അത് ടീമിന് ഗുണം ചെയ്തില്ല. ഇന്നത്തെ ഫുട്ബോളിൽ മുന്നേറ്റ നിര താരങ്ങൾ നിർബന്ധമായും ഡിഫൻസിനെ സഹായിക്കണം. അവർ 3 പേരും സഹായിച്ചിരുന്നില്ല, അവർ ഓടിയിരുന്നില്ല. അതായിരുന്നു അന്നത്തെ PSG-യും ഇന്നത്തെ PSG-യും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ഞങ്ങളുടെ മുന്നേറ്റ നിരയിൽ ഡെംബലയും ഗോൺസാലോയും ഒക്കെയാണ് ഉള്ളത്. അവർ ടീമിനെ സഹായിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു, ഡിഫൻസിനെ സഹായിക്കുന്നു. ഒരു ഫുൾ ബാക്കിനെ പോലെയാണ് ഞങ്ങളുടെ മുന്നേറ്റ നിര താരങ്ങൾ ഇപ്പോൾ ടീമിനകത്ത് കളിക്കുന്നത്. ഇതാണ് വീട്ടീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. അതായത് അന്നത്തെ PSG-യും ഇന്നത്തെ PSG-യും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മുന്നേറ്റ നിര തന്നെയായിരുന്നു. ഇപ്പോഴത്തെ മുന്നേറ്റ നിര താരങ്ങൾ ഡിഫൻസിനെ നല്ല രൂപത്തിൽ സഹായിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ PSG ക്ലിക്കാവാൻ കാരണം എന്നൊക്കെയാണ് വീട്ടീഞ്ഞ തൻ്റെ പുതിയ അഭിമുഖത്തിൽ ഇപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.